സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലായ ഗാർഗ് ദ്വീപിനെ ലക്ഷ്യമാക്കി സൈനിക തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്ത് US. നമസ്കാരം, ഞാൻ ജാസ്മിൻ. US ഇസ്രയേൽ ഇറാൻ സംഘർഷം മുറുകുന്ന സാഹചര്യത്തിൽ ഇറാന്റെ സാമ്പത്തിക മേഖലയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്ന ഗാർഗ് ദ്വീപിൽ സൈനിക നീക്കങ്ങൾക്ക് ഒരുങ്ങുകയാണ് US എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. ഇറാന്റെ അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ഏകദേശം 90% കൈകാര്യം ചെയ്യുന്നത് ഗാർഗ് ദ്വീപിലെ ടെർമിനലുകൾ വഴിയാണ്. അവ തകർത്താൽ യുദ്ധം തുടരാൻ ആവശ്യമായ പണമില്ലാതെ ഇറാൻ പെട്ടെന്ന് തകരുമെന്നാണ് US കണക്കുകൂട്ടുന്നത്. ആഴ്ചകളായി ഇറാന്റെ സൈനിക ആയുധ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഗാർഗ് ദ്വീപിനെ USO ഇസ്രയേലോ ഇതുവരെയും തൊട്ടിരുന്നില്ല. എന്നാൽ നിലവിൽ സാഹചര്യങ്ങൾ മാറിമറിഞ്ഞതോടെ ഈ ദ്വീപിനെതിരെ സൈനിക നടപടികൾ US ആലോചിക്കുന്നതായാണ് സൂചന. ദ്വീപിനെ ആക്രമിച്ചാൽ ഇറാന്റെ ശ്രദ്ധ തങ്ങളുടെ തന്ത്രപ്രധാന ഇടമായ ഈ ദ്വീപ് സംരക്ഷിക്കുന്നതിലേക്ക് മാത്രമായി ഒതുങ്ങും. അങ്ങനെ ഇറാന്റെ പ്രതിരോധം ദുർബലമാകുന്ന സാഹചര്യത്തിൽ അവിടെയുള്ള ആണവ വസ്തുക്കൾ സുരക്ഷിതമാക്കുന്നതിനോ അല്ലെങ്കിൽ നിർവീര്യമാക്കുന്നതിനോ വേണ്ടിയുള്ള പ്രത്യേക സൈനിക നീക്കങ്ങൾക്കാണ് US പദ്ധതിയിടുന്നതെന്നാണ് വിവരം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന് സമീപമാണ് ഗാർഗ് ദ്വീപ്. ഇറാൻ തീരത്തു നിന്നും 25 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ചെറുദ്വീപാണ് ഗാർഗ്. ബുഷർ പ്രവിശ്യയുടെ ഭാഗമായ ഈ ദ്വീപിന് 20 ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമാണുള്ളത്. ഈ ദ്വീപ് ഒരു ജനവാസ കേന്ദ്രം കൂടിയാണ്. 8,000-ഓളം ആളുകളാണ് ഇവിടെ പാർക്കുന്നത്. ദശാബ്ദങ്ങളായി അസംസ്കൃത എണ്ണ കയറ്റുമതിയുടെ ശ്രദ്ധേയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ ദ്വീപിന് കറുത്ത സ്വർണത്തിന്റെ ദ്വീപ് എന്നൊരു പേര് കൂടിയുണ്ട്. 1960-കൾ മുതൽ വിദേശ നിക്ഷേപത്തോടെ വികസിപ്പിച്ചെടുത്തതാണ് ഈ ദ്വീപിൽ നിലവിലുള്ള സൗകര്യങ്ങൾ. ഇറാനിയൻ എണ്ണപ്പാടങ്ങളെ ആഗോള വിപണിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാണ് ഈ ദ്വീപ്. പ്രതിദിനം ഏകദേശം 70 ലക്ഷം ബാരൽ എണ്ണ കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇവിടുത്തെ കേന്ദ്രത്തിനുണ്ട്. 1960-കൾക്ക് മുൻപ് വരെ അത്ര ശ്രദ്ധിക്കപ്പെടാതിരുന്ന ഒരു ചെറു പവിഴ ദ്വീപ് മാത്രമായിരുന്നു ഗാർഗ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗമായപ്പോഴേക്കും അവിടെ എണ്ണ പര്യവേക്ഷണം നടന്നു. അതോടെ ആ ദ്വീപിന്റെ ഭാവി തന്നെ മാറിമറിഞ്ഞു. എന്തുകൊണ്ടും നിർണായകമായ ഒരു സ്ഥാനമാണ് ഈ ദ്വീപിനുള്ളത്. ഹോർമൂസ് കടലിടുക്കിന് സമീപത്തായതിനാൽ തന്നെ അതിന്റെ പ്രാധാന്യവും വലുതാണ്. ഭീമൻ എണ്ണ ടാങ്കറുകൾക്ക് എത്താൻ മാത്രം ആഴമുള്ള തുറമുഖമാണ് ഈ ദ്വീപിലുള്ളത്. ഭൂഗർഭ എണ്ണ പൈപ്പ് ലൈനുകളിലൂടെ നേരിട്ട് ഇവിടുത്തെ ടെർമിനലിലേക്ക് എത്തിക്കാനുമാകും. ഗാർഗ് ദ്വീപിനെ നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാക്കുകയോ ചെയ്യുന്നത് വഴി ഇറാന്റെ പ്രധാന വരുമാന സ്രോതസ് ഇല്ലാതാക്കാനാകും. അതുതന്നെയാണ് US ലക്ഷ്യമിടുന്നതും. എന്നാൽ ഗാർഗ് ദ്വീപിനെതിരായ ആക്രമണം ഇറാനെ മാത്രമല്ല ബാധിക്കുക, അത് ആഗോള എണ്ണ വിപണിയിൽ ഒന്നാകെ വൻ ചലനമുണ്ടാക്കും. ഗാർഗ് ദ്വീപിനെതിരെ ആക്രമണം ഉണ്ടായാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുമെന്നത് നിസ്തർക്കമാണ്. ഗാർഗ് ദ്വീപിനെ തകർത്താൽ അത് പ്രാദേശിക ഊർജ യുദ്ധത്തിനും വഴിവെച്ചേക്കാമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പശ്ചിമേഷ്യയിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെ തുടർന്ന് താറുമാറായ ആഗോള ഊർജ വിപണിയിൽ ഇനിയും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനാണ് ഇതുവരെയും ഗാർഗ് ദ്വീപിനെ ആക്രമിക്കുന്നതിൽ നിന്ന് US വിട്ടുനിന്നത്. യുദ്ധത്തിന്റെ അടുത്ത ഘട്ടത്തിൽ ഗാർഗ് ദ്വീപിന്റെ ഭാവി എന്താകുമെന്നത് ലോകത്തിന്റെ ഗതി തന്നെ നിർണയിക്കുന്ന വിഷയമാണ്. നിലവിൽ ദക്ഷിണേഷ്യയിലേക്കുള്ള എണ്ണ വിതരണം താറുമാറായിരിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെ അതിന്റെ പ്രത്യാഘാതം നേരിടുന്നുമുണ്ട്. ഗാർഗ് ദ്വീപിനെതിരായ ആക്രമണം നിലവിലുള്ള പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുമെന്നത് ഏറെ ആശങ്കപ്പെടുത്തുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.